ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേറ്റസ്റ്റ് ലൈവിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ആക്ടിവിറ്റി റൂമിലേക്ക് ഓടുകയാണ്. എല്ലാവരും കൂടെ ആക്ടിവിറ്റി റൂമിലേക്ക് ഓടുന്നു. എന്നിട്ട് ഓരോ മൃഗങ്ങളുടെ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് കളിയാക്കുകയും ഭയങ്കരമായിട്ട് ബഹളം വെക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അരണ ആര്യനാണ്, കഴുത റനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂവി വിളിക്കുകയും ഓരോരുത്തരെ ഓരോ മൃഗങ്ങളുടെ പേര് സ്പെസിഫിക് ആയിട്ട് പറയുകയും എന്തുകൊണ്ടാണ് ഇവരെ ഈ മൃഗവുമായിട്ട് ഉപമിക്കുന്നത് എന്ന് പറയുകയും ആ മൃഗങ്ങളുടെ പർട്ടിക്കുലർ ക്വാളിറ്റീസ് ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവരെ ഈ ഒരു മൃഗത്തിന്റെ പേരിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മൃഗങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, കഴുത എന്ന് വിളിക്കുന്നത് എല്ലാ ഭാരവും ചുമന്നോണ്ട് നടക്കുന്നതുകൊണ്ടാണ് കഴുത എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറുമായിട്ട് ഉപമയുള്ള ഒരാൾക്ക് കഴുത എന്നുള്ള പേര് കൊടുക്കുന്നു. അങ്ങനെ ഓരോ മൃഗങ്ങളുടെയും പേര് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ബഹളവും ചിരിയും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അംഗൻവാടിയിൽ പോയ പോലെ തോന്നും. അങ്ങനെ ഒരു കൊച്ചു പിള്ളേരുടെ പുസ്തകങ്ങളിലോ ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ആയിട്ട് തോന്നും കണ്ടാൽ. എന്തായാലും വഴക്കും ബഹളവും ഒന്നുമില്ല, സമാധാനപരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരെല്ലാം അവിടെ ഇവിടെയും പോയിരുന്നുകൊണ്ട് ഇതിനെപ്പറ്റി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൃഗങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കണമല്ലോ. പക്ഷേ ഇതില്ല, കൊച്ചു പിള്ളേരുടെ ആക്ടിവിറ്റി ആയിപ്പോയി. എനിവേ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണമല്ലോ. കൂടുതലും വഴക്കും ബഹളവും ഒന്നുമല്ല, ഈ ചർച്ചകൾ തന്നെയാണ് കാണിക്കുന്നത്. എല്ലാവരും ഓരോ ഗ്രൂപ്പായിട്ട് അവിടെ ഇവിടെയും പോയിട്ടിരുന്നിട്ടുള്ള ചർച്ചകൾ. അതിൻ്റെ ഇടയ്ക്ക് രേണുവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ്. അതിനുശേഷം കാണിക്കുന്നത് ഷാനവാസും അനുമോളും തമ്മിലുള്ള ചെവിയിൽ ഇങ്ങനെ സ്വകാര്യം പറയുന്ന കുറേ രംഗങ്ങളാണ്. കുറേ നേരം അവരിങ്ങനെ എന്തൊക്കെയോ കുറേ സ്വകാര്യം ഇങ്ങനെ ചെവിയിൽ പറയുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അനുമോള് ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഷാനവാസും മറ്റേ ശരത്തും കൂടെ ഒക്കെ എന്തെങ്കിലും, ശരത്തിനെ അക്ബറിനെയും കൂടെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ചെവിയിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ, ഷാനവാസും ഈ ശരത്തും കൂടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നാൽ അതിൻ്റെ ഇടയ്ക്ക് അനുമോളെ വലിച്ചിടരുത് എന്ന് അനുമോള് ഷാനവാസിൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയുന്നു. കാരണം ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഷാനവാസ് ഇങ്ങനെ പറയരുത്, നേരത്തെ നീ എന്തിനാ അനുമോളോട് ഇങ്ങനെ ചെയ്തത്, നീ അനുമോളോട് അങ്ങനെ ചെയ്തിട്ടില്ലേ എന്നൊക്കെയുള്ള പഴയ കാര്യങ്ങളൊന്നും എടുത്തിട്ട് അനുമോളെ ഇതിൻ്റെ ഇടയ്ക്ക് ഷാനവാസും ഫോർ എക്സാമ്പിൾ ഷാനവാസും ശരത്തും ഒക്കെ കൂടെ എന്തെങ്കിലും വഴക്ക് നടക്കുകയാണെങ്കിൽ അത് അവർ തമ്മിൽ തീർക്കണം. അതിനിടയ്ക്ക് അനുമോളുടെ പേര് വലിച്ചിടരുത് എന്ന അനുമോള് ഷാനവാസിനോട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഷാനവാസ് അനുമോളോട് പറയുന്നു, അതിന് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിന്റെ പേരൊന്നും എടുത്തിട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഷാനവാസ് മറുപടി പറയുന്നു. പിന്നീട് ശരത്തിന്റെ കുറെ കാര്യങ്ങളാണ് ഷാനവാസ് പറയുന്നത്. ഷാനവാസിനോട് ശരത്ത് ഇതിനു മുമ്പ് ചെയ്ത ഓരോ ഗെയിം സ്ട്രാറ്റജിയിലും ഓരോ കാര്യങ്ങൾ ഷാനവാസിന് എതിരായിട്ട് ചെയ്തതും, അങ്ങനെ ഷാനവാസിനെതിരെ പല കാര്യങ്ങൾ ചെയ്തതും, അങ്ങനെ അതൊക്കെ ഓരോന്നായിട്ട് ഷാനവാസ് ഇങ്ങനെ അനുമോളോട് പറയുകയാണ്. എല്ലാം ഷാനവാസിന് അറിയാമെന്നും പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ പണി കൊടുക്കുമെന്നും ഓക്കെ, അങ്ങനത്തെ ഡിസ്കഷൻസിലേക്ക് ആണ് പിന്നീട് അത് പോകുന്നത്, ആ ഒരു ചർച്ച. അപ്പോൾ അനുമോള് പറയുന്നു അതിനൊന്നും പോകണ്ടെന്നും എല്ലാം ക്ഷമിച്ചേക്ക് എന്നും, അനുമോളും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും ക്ഷമിച്ച് ഇരിക്കുന്നതെന്നും, എല്ലാവരും ഒത്തുപോകുന്നെങ്കിൽ ഒത്തുപോട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാവരോടും ക്ഷമിച്ച് ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്, അതുകൊണ്ട് അങ്ങ് ക്ഷമിച്ചേക്ക് പറ്റുമെങ്കിൽ എന്ന് അനുമോള് ഷാനവാസിനോട് പറയുന്നു. പിന്നീട് ശരത്തും മറ്റ് കുറച്ച് പേരും കൂടെ ഇരുന്നിട്ടുള്ള ഡിസ്കഷനാണ് അവിടെ കാണിക്കുന്നത്. അതിൽ പറയുന്നു 71 ക്യാമറയിൽ നോക്കി സംസാരിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ ഇവിടെ, അത് രേണുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. നേരത്തെ കൊടുത്ത ഒരു ടാസ്കിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറെ പേരെ ഓരോ മൃഗങ്ങളായിട്ട് വെച്ചിട്ട് അവരെല്ലാം പോയി ഒളിച്ചിരുന്നിട്ട് മറ്റുള്ള ആൾക്കാർ അവരെ ചെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ കൂടുതൽ പേരെ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് അടുത്ത ആളെ പണിപ്പുരയിലേക്ക് വിടാനുള്ള ഒരു ഇത് കൊടുക്കുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു ടാസ്ക് ആണ് ഇതിപ്പോൾ ലൈവിൽ ഇതാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അടുത്ത സ്ഥലത്ത് നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളും എല്ലാവർക്കും കുറേശ്ശെ കൊടുത്താൽ മതി എന്നൊക്കെയുള്ള കിച്ചൺ ടീമിന്റെ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.